അപ്പോൾ എന്താ സംഭവം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഒരു ഓൺ പ്രമിസിൽ ആക്റ്റീവ് ഡയറക്ടറി ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഓൺ പ്രമിസിൽ ആക്റ്റീവ് ഡയറക്ടറി ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അഷ്യൂറിൽ ചെയ്യാം. ഒരു ഹൈപ്പർ വ്യൂ അല്ലെങ്കിൽ ഏതെങ്കിലും വെർച്വലൈസേഷൻ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് അവിടെ ചെയ്യാതെ. ഓക്കെ, അപ്പം നമ്മളൊന്ന് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ VMwareനകത്ത് എന്ത് ചെയ്യുന്നത്, ഒരു VM ബിൽഡ് ചെയ്തിട്ട് ആക്റ്റീവ് ഡയറക്ടറി അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ജസ്റ്റ് ഒരു VM ക്രിയേറ്റ് ചെയ്തിട്ട് ISO 2016 OSന്റെ ISO ഇട്ട് റൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, OS ഇൻസ്റ്റാളേഷൻ മാത്രമാണ്, കോൺഫിഗറേഷൻ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. 2016 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. സാമ്പിൾ ഇവിടെ പോയി കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഏതാണ് ഫ്ലേവർ എന്നൊക്കെ ഉള്ളത്. 2016 ഡാറ്റാ സെന്റർ ആണ്. അപ്പോൾ കറന്റ് നമ്മളിപ്പോൾ നോക്കുന്നത് ജസ്റ്റ് ഒരു വിൻഡോസ് സെർവർ പോയിന്റ് ഓഫ് വ്യൂ ഉള്ള കാര്യങ്ങളാണ് ഞാൻ നോക്കുന്നത്, അഷ്യൂർ അല്ല. അപ്പം ബേസിക്കലി ഈ സെർവറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ലോക്കൽ സെർവറിൽ പോയി കഴിഞ്ഞാൽ കാണാം. സെർവർ മാനേജറിനകത്ത് സെർവർ മാനേജർ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇവിടെ സ്റ്റാർട്ട് മെനുവിൽ പോയി കഴിഞ്ഞാൽ കാണാം, സെർവർ മാനേജറൊക്കെ കാണാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ലോക്കൽ സെർവർ പോകാം. ലോക്കൽ സെർവർ പോയി കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ട് ഈ ഒരു സെർവറിനുള്ള പേരാണിത്. ഇത് ബൈ ഡിഫോൾട്ട് വരുന്ന പേരാണ്. അപ്പം നമ്മൾ ബെസ്റ്റ് പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, ഒരു സെർവറൊക്കെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പേരൊക്കെ മാറ്റും. പ്രോപ്പർ നെയിമിംഗ് കൺവെൻഷനിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പേരൊക്കെ കൊടുക്കും. ഓക്കെ, അപ്പം ഞാൻ ഇതിന് വേറെ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ എന്താ പറയാ, സെർവർ -AD. ഓക്കെ, ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു പേര് കൊടുത്തു, ഓക്കെ കൊടുത്തു. ഓക്കെ, ഇതൊക്കെ ബേസിക്കലി നമ്മൾ ഒരു സെർവറൊക്കെ ബിൽഡ് ചെയ്ത് ചെയ്യുന്ന ബെസ്റ്റ് പ്രാക്ടീസ് ആണ്. അപ്പം വിൻഡോസ് ആയിക്കോട്ടെ ലൈനക്സ് ഒക്കെ എടുക്കുന്ന ഒരു സെർവർ ആണെങ്കിൽ നമ്മൾ പ്രോപ്പർ കമ്പ്യൂട്ടർ നെയിം കൊടുക്കുക, അതേപോലെ പ്രോപ്പർ ടൈം സോണിലേക്ക് ഇടുക. ഓക്കെ, അപ്പം കറന്റ് ഞാൻ ഇവിടെ ടൈം സോൺ വന്നു കഴിഞ്ഞാൽ ഡീഫോൾട്ട് ഉള്ളത് US ആൻഡ് കാനഡ ബൈ ഡീഫോൾട്ട് വരുന്നൊരു ടൈം സോൺ ആണ്. ഇത് മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ടൈം സോൺ +5:30 ടൈം സോണിലേക്ക് ഇട്ടു. പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സെർവറൊക്കെ ആകുമ്പോൾ ഒരിക്കലും IP ഡൈനാമിക്കലാക്കരുത്. ഡൈനാമിക്കൽ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അസൈൻ ആവുകയാണ്. ഈ IP കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. IP അസൈൻഡ് ബൈ DHCP. DHCP ഇൻ ദ സെൻസ് ഓട്ടോമാറ്റിക്കലി ഡൈനാമിക്കലി അസൈൻ ആവുന്ന IP ആണ് DHCP. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ ശരിക്കും ഒരു സ്റ്റാറ്റിക് IP കൊടുക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെർവേഴ്സിനൊക്കെ നമ്മൾ സ്റ്റാറ്റിക് IP കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ കറന്റ് എനിക്ക് ഇതിപ്പോൾ എൻ്റെ ഒരു വെർച്വലൈസർ പ്ലാറ്റ്ഫോം ആയിട്ട് കുഴപ്പമില്ല, പക്ഷേ റിയൽ ആയിട്ടുള്ള എൻവയോൺമെന്റിലൊക്കെ നിങ്ങൾ സ്റ്റാറ്റിക് IP കൊടുക്കണം, എന്തൊരു ഇമ്പോർട്ടൻ്റ് സെർവർ ആണെങ്കിലും. അപ്പോൾ ഞാൻ ഇതിന് ശരിക്കും സ്റ്റാറ്റിക് IP കൊടുക്കാം. നമുക്ക് ഇത് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഡൈനാമിക് IP ആണ്. ഈ IP ഞാൻ നേരെ പോയിട്ട് സ്റ്റാറ്റിക്കലി അസൈൻ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ എത്തർനെറ്റിലേക്ക് സെലക്ട് ചെയ്തു. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ IP സ്റ്റാറ്റിക്കലി ഞാൻ കൊടുക്കാൻ പോകും. അപ്പോൾ ഞാൻ പിടിച്ചൊരു IP സ്റ്റാറ്റിക്കലായിട്ട് കൊടുത്തതാണ് ഈ ഒരു നമ്മുടെ ആക്റ്റീവ് ഡയറക്ടറി ഉദ്ദേശിക്കുന്ന ഈ സെർവറിന്. ഓക്കെ, അതുകൂടാതെ വിൻഡോസ് ഫയർവാൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഡിസേബിൾ ചെയ്ത് വെക്കുക, അതൊക്കെ ബെറ്റർ ആയിരിക്കും. ഓക്കെ, ടേൺ ഓഫ്. ഓക്കെ, പിന്നെ ഈ എൻഹാൻസ് മോഡൊക്കെ ഉണ്ടോ, ഇതൊക്കെ ബേസിക്കലി സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. പക്ഷേ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ഒക്കെ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് റിഫ്രഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കുറേ കാര്യങ്ങൾ ചെയ്തതിനെ കൊണ്ട് നമുക്കൊരു റീസ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ആക്റ്റീവ് ഡയറക്ടറിയുടെ റോൾ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ആക്റ്റീവ് ഡയറക്ടറിയുടെ റോള് ബൈ ഡിഫോൾട്ട് ഒരു സെർവർ ഇൻസ്റ്റാൾ ചെയ്താൽ അതിനകത്ത് ഉണ്ടാവില്ല. അതിപ്പോൾ ആക്റ്റീവ് ഡയറക്ടറി റോൾ എന്ന് മാത്രമല്ല, വിൻഡോസ് സെർവേഴ്സിൽ കുറേ റോൾസ് ആൻഡ് ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, DHCP ആണ് നിങ്ങളൊരു സെർവറിനെ മൈക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ DHCP റോള് വേണം. അതേപോലെ DNS ആണെങ്കിൽ DNS റിലേറ്റഡ് റോള് വേണം. വെബ് സെർവർ ആണെങ്കിൽ IAS റോള് വേണം. പിന്നെ ADFS ആണെങ്കിൽ ADFS, ആക്റ്റീവ് ഡയറക്ടറി ഫെഡറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസ്, അതാണെങ്കിൽ ADFS റോള് വേണം. അങ്ങനെ ഓരോന്നിനും എന്തുണ്ട്, ഓരോരോ റോൾ ഉണ്ട്. ഓക്കെ, ആ റോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലേ ആ ഒരു സർവീസ് നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ബൈ ഡിഫോൾട്ട് എല്ലാ റൂൾസും കൂടെ ഇൻബിൽട്ട് ആയിട്ട് ഇൻസ്റ്റാൾഡ് ആയിരിക്കില്ല, അതാണ് ഉദ്ദേശം. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു റൂൾ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ആഡ് റൂൾസ് ആൻഡ് ഫീച്ചേഴ്സ് ഇവിടെ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ മാനേജ് ആഡ് റൂൾസ് ആൻഡ് ഫീച്ചേഴ്സ്. ഓക്കെ, രണ്ടും സെയിം തന്നെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ വിസാർഡ് ഓപ്പൺ ആവും. വിസാർഡ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് റൂൾ ബേസ്ഡ് ആണ്. ഓക്കെ, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന സർവീസ് റൂൾ ബേസ്ഡ് ഓർ ഫീച്ചർ ബേസ്ഡ്. ഓക്കെ, രണ്ട് സംഭവങ്ങളുണ്ട്. അതായത് റോൾ ബേസ്ഡിലാണ് മെയിൻ ആയിട്ടുള്ള മേജർ റോൾസും കാര്യങ്ങളൊക്കെ വരുന്നത് റോൾ ബേസ്ഡ് ആണ്. പിന്നെ നോർമൽ ഒരു പർട്ടിക്കുലർ റോളിന്റെ ഫീച്ചേഴ്സ് എൻഹാൻസ് ചെയ്യുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഫീച്ചർ അങ്ങനെയുള്ള പരിപാടിക്കാണെങ്കിൽ ഫീച്ചർ ബേസ്ഡ്. അതായത് സെർവറിൽ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ കാണാം. എന്തെങ്കിലും ഒരു മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ റോൾ ബേസ്ഡും ഉണ്ട്, ഫീച്ചർ ബേസ്ഡും ഉണ്ട്. അപ്പോൾ റോൾ ബേസ്ഡിൽ നിങ്ങൾക്ക് ഈ സെക്ഷനിൽ റോള് ഫോർ എക്സാമ്പിൾ നെക്സ്റ്റ് കഴിഞ്ഞാൽ തന്നെ ഈ സെർവർ നമ്മൾ സെലക്ട് ചെയ്തു, ഇതൊക്കെ ഓക്കെ ഡിഫോൾട്ട് തന്നെയാണ്. ഓക്കെ,
കാരണം ഇതൊക്കെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ മൾട്ടി സെർവർ എൻവയോൺമെന്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്തിട്ടൊക്കെ വെക്കാം സെർവേഴ്സിനോട്. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ സെർവർ ലിസ്റ്റ് ചെയ്ത് സെലക്ട് ചെയ്താൽ ആ ഒരു സെർവറിലേക്ക് പോയിട്ട് എന്തായിക്കോളും, ആ റൂൾ ഇൻസ്റ്റാൾ ആയിക്കോളും. ഓക്കെ, അപ്പോൾ നമ്മുടെ കേസിൽ ഒരു സെർവറേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അത് സെലക്ട് ചെയ്തു. നെക്സ്റ്റ്. ഇത് കണ്ടില്ലേ, സെർവർ റോൾസ് എന്നുള്ളൊരു സെക്ഷനിൽ ഇത്രയും റോൾസ് എന്താണ് നമുക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ബൈ ഡിഫോൾട്ട് എന്തല്ല, ഇൻസ്റ്റാൾഡ് അല്ല. പക്ഷെ OSന്റെ കൂടെ അതിന്റെ ബണ്ടിലൊക്കെ നമ്മുടെ സെർവറിൽ ഉണ്ട്. ഓക്കെ, പക്ഷെ അതൊന്നും എൻഹാൻസ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൂടെ ഒരു സെർവറിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ബെസ്റ്റ് പ്രാക്ടീസ് അല്ല ചെയ്യില്ല, ഇൻസ്റ്റാൾ ചെയ്യില്ല. അതായത് ഇപ്പൊ ആക്റ്റീവ് ഡയറക്ടറി റിലേറ്റഡ് ആയിട്ടുള്ള റൂൾ ഇൻസ്റ്റാൾ ചെയ്ത് ഡൊമൈൻ കൺട്രോൾ ആക്കിയ സെർവറിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, DHCP സെർവർ ഇൻസ്റ്റാൾ ചെയ്യില്ല. കാരണം അത് ബെസ്റ്റ് പ്രാക്ടീസ് അല്ല. എല്ലാം കൂടെ എന്താവും, മിക്സപ്പ് ആയി കഴിഞ്ഞാൽ പ്രശ്നമാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് സാധാരണ, ഓരോരോ പരിപാടിക്കും വേണ്ടിയിട്ടുള്ള സെർവേഴ്സ് നമ്മൾ സെപ്പറേറ്റ്ലി ബിൽഡ് ചെയ്തിട്ട് അതിനകത്താണ് പോയിട്ട് എന്ത് ചെയ്യാം, ആ ഒരു ഫീച്ചറും റൂളൊക്കെ കോൺഫിഗർ ചെയ്യാം. പക്ഷേ DNSഉം ആക്റ്റീവ് ഡയറക്ടറി എപ്പോഴും ഒരേപോലെ ഇരിക്കും. ഐ മീൻ ഒരേ മിഷനിലായിരിക്കും കൂടുതലും 99% ഇരിക്കുക. പക്ഷെ അങ്ങനെ തന്നെ ആവണമെന്നില്ല, പക്ഷെ അങ്ങനെ ഇരിക്കും. കാരണം വെച്ചാൽ ആക്റ്റീവ് ഡയറക്ടറിനെ ഐ മീൻ DNSനെ ഭയങ്കര ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആര് നിൽക്കുന്നത്, ആക്റ്റീവ് ഡയറക്ടറി നിൽക്കുന്നത്. അത് നെയിം റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് DNS സർവീസ് മാൻഡേറ്ററി ആണ്. അതില്ലാതെ നടക്കില്ല. സെയിം സെർവറിലായ അത്രയും നല്ലതാണെന്നാണ് പറയുന്നത്. കാരണം അതിന് പറയുന്നത് ആക്റ്റീവ് ഡയറക്ടറി ഇന്റഗ്രേറ്റഡ് സർവീസ് എന്നൊക്കെയാണ്. ഓക്കെ, ഇന്റഗ്രേറ്റഡ് സോൺ എന്ന് പറയും. അപ്പൊ നമുക്ക് ഇപ്പം ആക്റ്റീവ് ഡയറക്ടറി ADDS, ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ സർവീസ് അല്ലെങ്കിൽ ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ സർവീസ് ADDS എന്ന് പറയും. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഇത് ടിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ സബ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ഇൻ ദ ബാക്ക് ആൻഡ് ആഡ് ആവും ഈ റൂൾസിന്റെ കൂടെ. നെക്സ്റ്റ്, ആ സംഭവങ്ങൾ നമ്മൾ ഇവിടെ ആഡ് ചെയ്തപ്പോൾ ആഡ് ഫീച്ചേഴ്സ് കൊടുത്തല്ലോ. അപ്പോൾ ആ ഒരു ഫീച്ചേഴ്സ് ഒക്കെയാണ് ഇവിടെ ഓട്ടോമാറ്റിക്കലി ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ടിക്ക് മാർക്കിലൂടെ കാണിക്കുന്നത്. ഓക്കെ, അതൊക്കെ അതിന്റെ കൂടെ ഇൻസ്റ്റാൾ ആവുമെന്ന് പറയണം ഈ ഫീച്ചർ സെക്ഷനിൽ. ഓക്കെ, പിന്നെ നെക്സ്റ്റ്, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കാം. റീസ്റ്റാർട്ട്. ഓക്കെ, വേണമെങ്കിൽ റീസ്റ്റാർട്ട് സെലക്ട് ചെയ്യുക. ഇത് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞാലാണ് റീസ്റ്റാർട്ട്. നെക്സ്റ്റ്, ഇൻസ്റ്റാൾ. അപ്പം ഈ ഒരു സംഭവം ഇൻസ്റ്റാൾ ചെയ്യുന്നത് ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ സർവീസസിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കോമ്പണൻസും അതിന്റെ ഫീച്ചേഴ്സും സബ് കോമ്പണൻസും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എന്താവും, ഇതിന്റെ കൂടെ ഇൻസ്റ്റാൾ ആവും. ഓക്കെ, അതായത് ആക്റ്റീവ് ഡയറക്ടറിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇൻസ്റ്റാൾ ആവും. ഇതിന്റെ അഡ്മിൻ സെന്റർ, അതായത് മാനേജ് ചെയ്യാനുള്ള ഒരു ടൂള്, അങ്ങനെയുള്ള കുറച്ച് ടൂളും കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂടെ ഇൻസ്റ്റാൾ ആവും. പിന്നെ ഗ്രൂപ്പ് പോളിസി ആക്റ്റീവ് ഡയറക്ടറിന്റെ ഐ മീൻ ഭാഗമായിട്ട് വരുന്ന ഒരു ഫീച്ചറാണ്. അതായത് നമുക്ക് പല കാര്യങ്ങളും പല കമ്പ്യൂട്ടേഴ്സും അല്ലെങ്കിൽ പല യൂസർ ഒബ്ജക്ട്സും എല്ലാം കൂടെ ഒരു സെൻട്രലൈസ്ഡ് പ്ലേസ് മാനേജ് ചെയ്യാനുള്ള ഒരു ഫീച്ചറാണ് ഗ്രൂപ്പ് പോളിസി. നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യും. ക്ലോസ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ ജസ്റ്റ് ആക്റ്റീവ് ഡയറക്ടറി റോള് മാത്രം ഈ സെർവറിൽ ഇൻസ്റ്റാൾ ചെയ്തു. സ്വാഭാവികമായിട്ടും അതും കൂടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇത് എന്ത് ചെയ്തിട്ടില്ലത്, കോൺഫിഗർ ചെയ്തിട്ടില്ല. ജസ്റ്റ് ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ ഈ സെർവറിൽ. ഓക്കെ, അത് കോൺഫിഗർ ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എന്താ പറയുന്ന ഒരു കോൺഫിഗറേഷൻ റിക്വയർഡ് ഫോർ ആക്റ്റീവ് ഡയറക്ടറി. അതായത് ഓക്കെ, നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതിന്റെ കോൺഫിഗറേഷൻ ഒന്നും കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്യുക. അതിന് പറയാം പ്രൊമോട്ട് ചെയ്യുക എന്നാണ്. അതായത് ഈ സെർവറിനെ ആക്റ്റീവ് ഡയറക്ടറി അല്ലെങ്കിൽ ഡൊമെയിൻ കൺട്രോളർ ആക്കിയിട്ട് പ്രൊമോട്ട് ചെയ്യാനാണ് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ചോദിക്കും. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾ കൂടുതലും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഓക്കെ, പക്ഷെ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അതായത് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം കോൺഫിഗർ ചെയ്യാൻ പോകുന്നത് ഒരു ഡൊമൈൻ കൺട്രോളർ ആണ്. ഡൊമൈൻ കൺട്രോളർ അല്ലെങ്കിൽ ആക്റ്റീവ് ഡയറക്ടറി. ഓക്കെ, അപ്പം ഓൺ പ്രിമിസ് ആക്റ്റീവ് ഡയറക്ടറി നമ്മൾ കോൺഫിഗർ ചെയ്യുമ്പം ആ ഒരു ഓർഗനൈസേഷനിൽ ചിലപ്പം ഓൾറെഡി മൾട്ടിപ്പിൾ എന്തുണ്ടായിരിക്കാം, ഡൊമൈൻ കൺട്രോൾ ഓൾറെഡി ഉണ്ടായിരിക്കാം, പണ്ടത് ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഡൊമൈൻ കൺട്രോളറിലേക്ക് ഒരാളെ കൂടി നിങ്ങൾ ആഡ് ചെയ്യുകയാണോ എന്നാണ് ചോദിക്കുന്നത്, ഫസ്റ്റത്തെ ഓപ്ഷൻ. അതായത് നമുക്ക് ഓൾറെഡി abc.com എന്ന് പറഞ്ഞുള്ള ഒരു ഡൊമൈൻ കൺട്രോളറും ഡൊമൈനും ഉണ്ട്. ഓക്കെ, കമ്പനിക്ക് ഡൊമൈൻ ഉണ്ട്. അപ്പം എന്തോ പുതിയ ബ്രാഞ്ച് തുടങ്ങി അല്ലെങ്കിൽ എന്തോ എക്സിസ്റ്റിംഗ് ഡൊമൈൻ കൺട്രോളേഴ്സിന്റെ ലോഡിനെ കൊണ്ട് താങ്ങുന്നില്ല. അപ്പം ഒന്ന് ഐ മീൻ കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരാളും കൂടെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അല്ലെങ്കിൽ പുതിയ വേർഷൻ അല്ലെങ്കിൽ പുതിയ OS അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ സൈഡ് ബൈ സൈഡ് അപ്ഗ്രേഡ് എന്നൊക്കെ പറയില്ലേ. സൈഡ് ബൈ സൈഡ് എന്ന് പറഞ്ഞാൽ എല്ലാ എൻവയോൺമെന്റും ചിലപ്പോൾ 2012 ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് എല്ലാ 2012 പിടിച്ച് അങ്ങോട്ട് ഒറ്റയടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 2016 അല്ലെങ്കിൽ പുതിയ ലേറ്റസ്റ്റ് വെർഷൻ ആക്കാൻ പറ്റില്ല. അപ്പം നമ്മളെ ബെസ്റ്റ് പ്രാക്ടീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ സെർവർ അങ്ങോട്ട് ബിൽഡ് ചെയ്യും, ലേറ്റസ്റ്റ് വെർഷൻ. ഓക്കെ, എന്നിട്ട് അതിനകത്തേക്ക് ഇതിനെ പ്രൊമോട്ട് ചെയ്തിട്ട് ഐ മീൻ അതൊരു അതിന്റെ ഗ്രൂപ്പിലേക്ക് ആഡ് ആവും, ആ ഒരു മെമ്പേഴ്സ് സെർവേഴ്സിലേക്ക് ആഡ് ആയിട്ട്, എന്നിട്ട് നൈസായിട്ട് പഴയത് ഇങ്ങനെ എന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കും. അല്ലാതെ എല്ലാം കൂടെ പിടിച്ച് നമ്മൾ ഇനി ക്രിട്ടിക്കൽ സർവീസ് നമ്മൾ അങ്ങനെ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ അതിനൊക്കെയാണ് സൈഡ് ബൈ സൈഡ് എന്നൊക്കെ പറയാം. അതേപോലെ അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷന്റെ സ്ട്രെങ്ത് കൂടിയപ്പോൾ അല്ലെങ്കിൽ ബ്രാഞ്ച് കൂടിയപ്പോൾ നമ്മൾ എന്തും കൂടി ഒരു ഡൊമൈൻ കൺട്രോളർ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റത്തെ. ഓക്കെ, ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ഒരു abc.com എന്ന് പറഞ്ഞൊരു ഡൊമൈൻ ഉണ്ട്, നിങ്ങളുടെ കമ്പനിക്ക് abc.com എന്ന് പറഞ്ഞൊരു ഡൊമൈൻ ഉണ്ട്.
നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, നിങ്ങൾ ഓർഗനൈസേഷനിലൊക്കെ വലിയ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്താൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫോർ എക്സാമ്പിൾ ഇതാണ് ഏറ്റവും മേലെ ഇരിക്കുന്ന ആള്, abc.com. ഓക്കെ, എക്സാമ്പിൾ ആണ് abc.com എന്ന് പറഞ്ഞ ഡൊമൈൻ. ഓക്കെ, വലിയൊരു ഓർഗനൈസേഷൻ ആണ്, ഇവർക്ക് കുറെ ഡൊമൈൻ കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ചില സ്ഥലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ abc.comന് പല രാജ്യത്തും പല ബ്രാഞ്ച് ഉണ്ടാവാം, അല്ലെങ്കിൽ പല ഡിപ്പാർട്ട്മെന്റിലും സെപ്പറേറ്റ് സെഗ്രിഗേഷൻ ഒക്കെ വെച്ചിട്ടുണ്ടാകാം. ഓക്കെ, അപ്പൊ നമ്മൾ കൺട്രീന്റെ ഒരു വൈസിൽ നോക്കുകയാണെങ്കിൽ abc.comന് ഇന്ത്യയിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ അവിടുത്തെ അവർ ചെയ്യുന്നത്, ഇത് ചെയ്യണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യണ്ട. ഓക്കെ, ഓപ്ഷൻ ആക്റ്റീവ് ഡയറക്ടറിയിൽ, അതായത് ഇവർക്ക് ഇവിടെ എന്ത് ചെയ്യാം, സബ് ഡൊമൈൻ ആക്കാം. abc എൻറ്റയർലി ആ ഡൊമൈൻ ഉപയോഗിക്കാതെ india.abc.com എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ഇതിന് ചൈൽഡ് ഡൊമൈൻ എന്ന് പറയും. അതാണ് പേരന്റ് ഏതാണ്, abc.com ആണ്. ഓക്കെ, അതേപോലെ വേറെ പ്ലേസിലോ വേറൊരു രാജ്യത്തോ അല്ലെങ്കിൽ എൻറ്റയർലി വേറൊരു റീജിയനിലോ അവർക്ക് എന്ത് ചെയ്യാം, വേറൊരു ഡൊമൈൻ ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ എൻറ്റയർലി EU.abc.com, അതായത് ഓരോ രാജ്യങ്ങൾക്കും കൊടുക്കാതെ, അതായത് ബിസിനസ്സിനനുസരിച്ച് എൻറ്റയർലി യൂറോപ്പിന് മൊത്തത്തിൽ അവർ ഇങ്ങനെ ഒരു ഡൊമൈൻ കൊടുത്തു, യൂറോപ്യൻ EU.abc.com. ഓക്കെ, അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, രണ്ടാമത്തെ ആഡ് എ ന്യൂ ഡൊമൈൻ ടു എൻ എക്സിസ്റ്റിംഗ് ഫോറസ്റ്റ്. എക്സിസ്റ്റിംഗ് ഫോറസ്റ്റ് ഇൻ ദ സെൻസ് ഈ എല്ലാത്തിനും കൂടി ഓൾ ടുഗദർ ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഏത്, ഈ എല്ലാം കൂടെ കമ്പനിയുടെ എല്ലാം കൂടെ ഉള്ള ഒരു ഡൊമൈൻസിന് എല്ലാം കൂടി ഇരിക്കുന്നതിനാണ് ഫോറസ്റ്റ് പറയുന്നത്. ഇതിനായിരിക്കും എല്ലാ ഡൊമൈനും ഉണ്ടാവുക, ഇതിന്റെ പാരന്റ് എല്ലാം ഇതിനകത്ത് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ എക്സിസ്റ്റിംഗ് ഫോറസ്റ്റിലേക്ക് ഒരു പുതിയ ആളും കൂടി ആഡ് ചെയ്യുന്നതിനാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ. ഓക്കെ, ഇതും നമ്മളുടെ ഓപ്ഷൻ അല്ല കറന്റ്, കാരണം നമുക്ക് ഒന്നുമില്ല, നമ്മൾ സ്ക്രാച്ചിന് തുടങ്ങുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ഇടണം, ആദ്യം തന്നെ ആഡ് എ ന്യൂ ഫോറസ്റ്റ് ആണ് നമ്മളെ സിനാരിയോയിൽ ഇപ്പം ചെയ്യേണ്ടത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ റിയൽ ടൈമിൽ ഇപ്പൊ ഞാൻ നമ്മുടെ സിനാരിയോയിൽ പറയുകയാണെങ്കിൽ, ഞാൻ ഈ ഒരു DC ബിൽഡ് ചെയ്തു abc.com എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇനി ഞാൻ രണ്ടാമതൊരു VM ബിൽഡ് ചെയ്യാൻ പോവാണെന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ, പുതിയത്. അത് വേണമെങ്കിൽ എനിക്ക് ഈ ഓപ്ഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? കാരണം ഓൾറെഡി എനിക്കൊരു ഡൊമൈൻ ഉണ്ട്, രണ്ട് തന്നെ എനിക്ക് വെക്കാൻ പറ്റും. മനസ്സിലായില്ല? പുതിയൊരു ഡൊമൈൻ കൺട്രോൾ കൊടുക്കണ്ട, പേര് കൊടുക്കണ്ട. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഒരു 1000 യൂസറുള്ള എൻവയോൺമെന്റ് ആണെങ്കിൽ, ഇൻ സിമ്പിൾ ഞാൻ പറയാം, ഒരു 1000 യൂസറുള്ള എൻവയോൺമെന്റ് ആണ്. അവർ ഇനീഷ്യലി ഒരു 2 ഡൊമൈൻ കൺട്രോളർ വെച്ച് സ്റ്റാർട്ട് ചെയ്തു കമ്പനി. ഓക്കെ, പക്ഷെ അവർക്ക് സ്വാഭാവികമായിട്ടും പല യൂസേഴ്സും പറയുന്നുണ്ട് ലോഗിനൊക്കെ സ്ലോനെസ് ഉണ്ട്, ഇഷ്യൂ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ എന്താ ചെയ്യാം, ആ എൻവയോൺമെന്റിൽ ഒരു ഡൊമൈൻ കണ്ടും കൂടെ ആഡ് ചെയ്യും. അത്രേ ഉള്ളൂ. അത് തന്നെയാണ് ആ ഫസ്റ്റത്തെ ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? ലോഡ് കുറയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പല കാര്യങ്ങളും. ഓക്കെ, ബേസിക്കലി ഒന്നുകൂടെ ആഡ് ചെയ്യുന്ന, അത്രേ ഉള്ളൂ, ഇൻ സിമ്പിൾ. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് ആഡ് എ ന്യൂ ഫോറസ്റ്റ് ആണ്. ഇവിടെ പറഞ്ഞാൽ വ്യത്യാസം മനസ്സിലായില്ലേ? ഡൊമൈൻ കൺട്രോളർ അല്ല നീ ആഡ് ചെയ്യുന്നത്. ഈ രണ്ടാമത്തെ ഓപ്ഷനിൽ പുതിയൊരു നെയിം തന്നെ മാറുകയാണ്, ഡൊമൈൻ തന്നെ ആഡ് ചെയ്യാണ്. മനസ്സിലായില്ലേ? പക്ഷെ അത് എക്സിസ്റ്റിംഗ് ഫോറസ്റ്റിലായിരിക്കണം. ഫോറസ്റ്റ് മീൻസ് എൻറ്റയർലി ഉള്ള ഓർഗനൈസേഷൻ്റെ ഇത്. ഓക്കെ, ഫോറസ്റ്റ് ഈസ് ഈക്വൽ ടു ഒരു ഓർഗനൈസേഷൻ, അങ്ങനെ കണ്ടാൽ മതി. ഓക്കെ ഓക്കെ, അപ്പൊ ആഡ് എ ന്യൂ ഫോറസ്റ്റ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ തൽക്കാലം, കാരണം നമുക്ക് ഒന്നുമില്ല, ഡൊമൈനും ഇല്ല, ഫോറസ്റ്റ് ഒന്നുമില്ല. അപ്പൊ ആദ്യം തന്നെ ഇയാൾ വേണം. ഇതാണ് ഏറ്റവും ഔട്ടർ ലെയർ, ഫോറസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ എന്ത് കൊടുത്തു, ഞാൻ തൽക്കാലം ഒരു പ്രോപ്പർ പേര് തന്നെ കൊടുക്കാം. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഒരു യൂസ് ഞാൻ പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞുതരാം, എന്തുകൊണ്ടാണ് ഞാൻ പ്രോപ്പർ. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിലേ എന്തും കൊടുക്കാം. ഓക്കെ, എന്തും പേരും കൊടുക്കാം നിങ്ങൾക്ക്, ആരും ഒന്നും കംപ്ലൈന്റ് ഇല്ല, കാരണം ഇത് ഇന്റേണൽ ആണ്. ഓക്കെ, അലോ ചെയ്യും. കാരണം ചിലപ്പോൾ ഇവിടെ ഞാൻ ഇപ്പം google.com കൊടുത്താലും എനിക്ക് എന്താണ്, ഒരു കുഴപ്പമില്ല, ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, എന്ത് കൊടുത്താലും ആക്സെപ്റ്റ് ചെയ്യും. പക്ഷേ നമ്മൾ എൻ്റെ ഗോള് വേറെ അതിനെ കൊണ്ട് ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുന്നില്ല. നമ്മൾ എൻ്റെ ഗോള് ഓൺ പ്രിമിസ് ആക്റ്റീവ് ഡയറക്ടറി പഠിക്കലല്ല, നമ്മൾ അഷ്യൂറിലേക്ക് ഇവിടുത്തെ ആൾക്കാരെ എങ്ങനെ കൊണ്ടുവരാന്നുള്ളൊരു സ്റ്റാർട്ടിംഗ് ആണ് ഞാനിതൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അഷ്യൂർ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ത്, അതൊരു പബ്ലിക് ക്ലൗഡ് ആണ്. അവിടുത്തെ ഡൊമൈനും കാര്യങ്ങളൊക്കെ കുറച്ച് സ്ട്രിക്റ്റ് ആയിരിക്കണം. ഐ മീൻ അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യില്ല. നമ്മൾ ഡൊമൈൻ കസ്റ്റം ഡൊമൈൻ ആഡ് ചെയ്യുന്നൊക്കെ ഞാൻ കാണിച്ചെന്നില്ല നിങ്ങൾക്ക്, DNS രജിസ്ട്രേഷൻ ഒക്കെ വേണം എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ മേക്ക് ഷുവർ ചെയ്യുക. അപ്പോൾ അത് എൻ്റെ ഒരു മനസ്സിലുള്ളതിനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഓൾറെഡി എൻ്റെ കയ്യിലുള്ളൊരു ഡൊമൈനാണ് ഞാൻ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അത് എന്തുകൊണ്ടാണ് ഞാൻ പിന്നെ പറഞ്ഞുതരാം, 2-3 ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ techmaster.indian.xyz കൊടുക്കാം. ഓക്കെ, ഇത് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, കാരണം ഇത് എൻ്റെ ഉണ്ട്. ഈ പേര് ഞാൻ തൽക്കാലം ഇവിടെ കോപ്പി ആവുമെന്ന് അറിയില്ല. ഓക്കെ, ടെക് മാസ്റ്റർ Indian.xyz. ഓക്കെ, ഓക്കെ, അതാണ് ഞാൻ പ്ലാൻ ചെയ്യുന്ന പുതിയ ഡൊമൈൻ. നെക്സ്റ്റ് ഓക്കെ, ഫോറസ്റ്റ് ഫങ്ഷണൽ ലെവൽ, ഡൊമൈൻ ഫങ്ഷണൽ ലെവൽ, ഇതൊക്കെ ബേസിക്കലി ഡീപ്പർ ആയിട്ടുള്ള സംഭവമാണ്. പക്ഷെ മനസ്സിലാക്കുക, അതായത് നിങ്ങളുടെ എൻവയോൺമെന്റിൽ, ഓക്കെ, അതായത് ഓൾറെഡി നിങ്ങൾ ആക്റ്റീവ് ഡയറക്ടറിയും ഡൊമൈൻ കൺട്രോളർക്ക് ഉള്ളൊരു എൻവയോൺമെന്റ് ആണെങ്കിൽ, ആ എൻവയോൺമെന്റിൽ ചിലപ്പം ഇമാജിൻ ചെയ്യുക ഒരു 10 ഡൊമൈൻ കൺട്രോളർ ഉണ്ട്. ഓക്കെ, 10 ഡൊമൈൻ കൺട്രോളർ ഉണ്ട് നിങ്ങളുടെ എൻവയോൺമെന്റിൽ. അതിനകത്ത് ചിലപ്പം ഒരു 8 എണ്ണം 2016
ആക്റ്റീവ് ഡയറക്ടറിയിലാണ് ഇവ റൺ ചെയ്യുന്നത്. പക്ഷെ റിമൈനിങ് 2 എണ്ണം ചിലപ്പോൾ അത് 2012 ആയിരിക്കാം. അതായത് താഴെയുള്ള വെർഷനിലാണ് റൺ ചെയ്യുന്നത് ആ ഒരു ഡൊമൈൻ കൺട്രോളർ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സിനാരിയോ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ആ ലേറ്റസ്റ്റ് വെർഷൻ നിങ്ങളിപ്പം ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന 2016 ആണല്ലോ, അത് കൊടുക്കരുത്. ഓക്കെ, കാരണം താഴെയുള്ള ഒരു ലെവലിലുള്ളത് നിങ്ങളുടെ എൻവയോൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ എൻറ്റയർലി ഒരു സപ്പോർട്ട് ലെവൽ ഫംഗ്ഷനാലിറ്റി വേണമെന്നുണ്ടെങ്കിൽ ആ താഴത്തുള്ള ലെയറിൽ എന്ത് ചെയ്യണം, നമ്മൾ 2 ഫംഗ്ഷണൽ ലെവലും വെക്കണം. ഫോററ്റ് ലെവൽ ഫംഗ്ഷൻ ലെവലും ഡൊമൈൻ ഫംഗ്ഷൻ ലെവലും വെക്കണം. ഓക്കെ, എന്നാലേ അതിന്റെ കുറെ കാര്യങ്ങൾ, അത് എന്താ സംഭവം എന്ന് വെച്ചാൽ വർക്കൊക്കെ ആവും, പക്ഷെ എന്തായാലും ചില ഫീച്ചേഴ്സും ചില സംഭവങ്ങളും സ്കീമ സപ്പോർട്ട് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇഷ്യൂസ് ഉണ്ടാവും. ഓക്കെ, അതാണ് ബെസ്റ്റ് പ്രാക്ടീസ് അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എൻവയോൺമെന്റിലെ പ്രശ്നമില്ല, നമ്മൾ ആദ്യത്തെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങളുടെ എൻവയോൺമെന്റിൽ എല്ലാം 2016 ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, സെയിം ലെവൽ തന്നെ സെലക്ട് ചെയ്യാം. പക്ഷെ ഏതെങ്കിലും ലോവർ ലെവൽ, ഓക്കെ, ലോവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആ ഒരു ഡൊമൈൻ കൺട്രോളറിന്റെ ഭാഗമായിട്ട് ഫോറസ്റ്റിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മേക്ക് ഷുവർ ചെയ്യണം ആ ഒരു ഫംഗ്ഷണൽ ലെവൽ സെലക്ട് ചെയ്യാൻ. ഓക്കെ, പിന്നെ ഇതിന്റെ കൂടെ നമ്മളിപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിലുള്ളത്, ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു നെയിം കൊടുത്തു, നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഇത് ഫംഗ്ഷണൽ ലെവൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തു. ഇവിടെ അത് കൂടാണ്ട് DNS എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് DNS വേണമെങ്കിൽ ഓക്കെ ഇതിന്റെ കൂടെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പം ഒരു കൂടുതൽ ഓർഗനൈസേഷൻസും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. എന്ത്, ആക്റ്റീവ് ഡയറക്ടറി ഇരിക്കുന്ന അതേ സെർവറിൽ തന്നെ DNS സെർവർ എന്ത് ചെയ്യും, കോൺഫിഗർ ചെയ്ത് വെക്കും സെയിം സെർവറിൽ തന്നെ. ഓക്കെ, അപ്പം ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഇങ്ങനെ രണ്ടും ആക്റ്റീവ് ഡയറക്ടറിന്റെ അതേ മിഷനിൽ തന്നെ DNS വിൻഡോസിൽ ഇരിക്കുന്നതിനാണ് പറയുന്നത് ആക്റ്റീവ് ഡയറക്ടറി ഇന്റഗ്രേറ്റഡ് സോൺ എന്ന് പറയാം. ഓക്കെ, അതായത് DNS സോണിനെയാണ് സോൺ എന്നുള്ള പേരായിട്ട DNS. ഓക്കെ, അത് തന്നെ മനസ്സിലേക്ക് വരിക. അപ്പം ബേസിക്കലി അങ്ങനെയുള്ള പറഞ്ഞ ആക്റ്റീവ് ഡയറക്ടറി ഇന്റഗ്രേറ്റഡ് സോൺ ഇൻ ദ സെൻസ് ആക്റ്റീവ് ഡയറക്ടറിയും അതേപോലെ DNS സർവീസും ഒരേ മിഷനിൽ തന്നെയാണ് റൺ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, റിമൈനിങ് വിട്ടേക്കുക. ഇവിടെ ഒരു പാസ്വേഡ് കൊടുക്കണം. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എന്തെങ്കിലും ആക്റ്റീവ് ഡയറക്ടറി സർവർ ഡൗൺ ആയി കഴിഞ്ഞാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിനാരിയോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ആ ഡിസ്ക് എടുത്തിട്ടാണെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോയി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ റീസ്റ്റോർ ചെയ്യണമെങ്കിൽ ഈ പാസ്വേഡ് ചോദിക്കും. ആക്റ്റീവ് ഡയറക്ടറി റോള് ഇൻസ്റ്റാൾ ചെയ്ത ഒരു മെഷീൻ ആണെങ്കിൽ ഈ ഒരു പാസ്വേഡ് ചോദിക്കും. ഓക്കെ, വേസ്റ്റ് കേസ് സിനാരിയോ ആണ്, പക്ഷേ നിങ്ങൾക്ക് കൊടുക്കണം, മാൻഡേറ്ററി ആയിട്ട് എന്തെങ്കിലും പാസ്വേഡ് ഇവിടെ കൊടുത്തിരിക്കണം. ഓക്കെ, ഇത് ജസ്റ്റ് DSRM പാസ്വേഡ് ആണ്, അതായത് ഡയറക്ടറി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ റീസ്റ്റോർ ചെയ്യാനുള്ളൊരു പാസ്വേഡ് ആണിത്. ഓക്കെ ഓക്കെ, പാസ്വേഡ് കൊടുത്തു, നെക്സ്റ്റ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യാം, കുഴപ്പമില്ല. കാരണം DNSന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദിക്കുന്നതാണ്, വേറെ ഏതെങ്കിലും ഡെലിഗേഷൻ പോലെ വേറെ ഏതെങ്കിലും ഇതിലേക്ക് കൊടുക്കണോ എന്നുള്ളത് കൊടുക്കുന്നത്. കാരണം നമുക്ക് അങ്ങനത്തെ ഒരു സിനാരിയോ ഇല്ല, ഒറ്റ സെർവർ തന്നെയാണ് ഇപ്പോൾ എല്ലാം നമ്മൾ കോൺഫിഗർ ചെയ്യുന്നത്. നെക്സ്റ്റ്, നെറ്റ് ബയോസ് ഒന്നും ഇഗ്നോർ ചെയ്യാവുന്ന ആവശ്യമില്ല. കാരണം DNSന്റെ ഒക്കെ മുന്നേ നെറ്റ് ബയോസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പം നെയിം റെസൊല്യൂഷൻ നെറ്റ് ബയോസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, DNS മെയിൻലി നമ്മൾ ആക്റ്റീവ് ഡയറക്ടറിന്റെ യൂസ് കേസിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ കമ്പ്യൂട്ടർ നെയിം ആണെങ്കിലും അല്ലെങ്കിൽ ഫുള്ളി ക്വാളിഫൈഡ് ഡൊമൈൻ നെയിം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ആരാണ്, DNS ആണ്. അതുകൊണ്ട് DNS പറഞ്ഞാൽ ആക്റ്റീവ് ഡയറക്ടറിന്റെ ഒരു ഹേർട്ട് ആണ്. ഓക്കെ, മാൻഡേറ്ററി ആയിട്ട് അതൊരു റിക്വയർമെന്റ് ആണ് ആക്റ്റീവ് ഡയറക്ടറിക്ക്. നെക്സ്റ്റ്, പാത്തില് ഡീഫാൾട്ട് ആയിട്ട് ഈ ഒരു ആക്റ്റീവ് ഡയറക്ടറിയുടെ ഡാറ്റാബേസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന ഫോൾഡർ ആണ് കാണിക്കുക. ഓക്കെ, ഡാറ്റാബേസ് ലോഗ് സിസ്വോള്. ഡാറ്റാബേസ് പറഞ്ഞാൽ NTDS, നിങ്ങൾ പണ്ടൊക്കെ കേട്ടിട്ടുണ്ടോ, NTDS.dit എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫയലൊക്കെ ഇല്ല, അതാണ് ആക്റ്റീവ് ഡയറക്ടറിന്റെ മെയിൻ എന്ത് ഫയൽ. ഓക്കെ, ഡാറ്റ ഒക്കെ സേവ് ആവുന്ന ഫയൽ. ഈ സിസ്വോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ ചോദിക്കും ഇന്റർവ്യൂലൊക്കെ, സിസ്വോൾ എന്ന്. സിസ്വോൾ പറഞ്ഞാൽ ഈ ഗ്രൂപ്പ് പോളിസി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ സേവ് ആവുന്ന ഫോൾഡറാണ് സിസ്വോൾ. ഓക്കെ ഓക്കെ, അത് ഡീഫോൾട്ടിനെ വെക്കുക, മാറ്റണം എന്നില്ല. നെക്സ്റ്റ്, ഇത് നമ്മൾ ഇതുവരെ സെലക്ട് ചെയ്ത കാര്യങ്ങളുടെ ഒക്കെ ഡീറ്റെയിൽസ് കാണിക്കുന്നു ഇവിടെ. ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ ഒരു ചെക്ക് ചെയ്യും, പ്രീ റിക്വസ്റ്റ് ആയിട്ടുള്ള ചെക്ക് ചെയ്യും. എന്തെങ്കിലും കാര്യങ്ങൾ മിസ്സിംഗ് ഉണ്ടെങ്കിൽ നമ്മളോട് അത് വീണ്ടും ചെക്ക് ചെയ്തിട്ട് റീറൺ ചെയ്യാൻ പറയും. ഓക്കെ, വാർണിംഗ് ഒന്നും കുഴപ്പമില്ല, ഇഗ്നോർ ചെയ്യാം. പക്ഷെ എന്തെങ്കിലും എറർ പോലെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഓക്കെ, ഇതൊക്കെ ഓക്കെ ആണ്. ഓൾ പ്രീ റിക്വസ്റ്റ് ചെക്സ് പാസ്ഡ് സക്സസ്ഫുള്ളി, ക്ലിക്ക് ഇൻസ്റ്റാൾ ടു പിക്ക് ഇൻസ്റ്റാളേഷൻ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളും വെച്ചിട്ട് എന്ത് ചെയ്യും, DC സെറ്റപ്പ് ചെയ്യും. ഓക്കെ, ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. യു റിപ്പോർട്ട് ടു ലോഗൗട്ട്. ഓക്കെ, ഓട്ടോമാറ്റിക്കലി റീസ്റ്റാർട്ടിങ് ഒരു റീസ്റ്റാർട്ട് പെൻഡിങ് ഉണ്ടാവും, അത് വെയിറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, റീസ്റ്റാർട്ട് നമുക്ക് ചെയ്തേക്കാം. ഓക്കെ, ഞാൻ ഓട്ടോമാറ്റിക് ആയിട്ടുണ്ട്. ഓക്കെ, ഇത് ഇൻസ്റ്റാളായി, നമ്മൾ കഴിഞ്ഞു. ആക്റ്റീവ് ഡയറക്ടറി കോൺഫിഗറേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പം നിങ്ങൾ നോക്കിയേ, ആ ഒരു ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് റീസ്റ്റാർട്ട് ചെയ്തതിൻ്റെ ശേഷം എങ്ങനെയാണ് വരുന്നത്. നേരത്തെ നമ്മൾ നോർമൽ ജസ്റ്റ് ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നായിരുന്നു, ഇപ്പം
techmaster.india.xyz/administrator, അതായത് ആ ഡൊമെയിൻ നെയിം /യൂസർ നെയിം ആയിട്ടാണ് ഇപ്പം വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തേക്ക് ലോഗിൻ ചെയ്യാം. കാരണം നമ്മൾ കാണുന്ന സംഭവം തന്നെ, അതായത് അതിന്റെ പാർട്ടാണ് ഇപ്പം ആ ഒരു മിഷൻ. ഓക്കെ, ആ ഡൊമൈൻ്റെ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർവർ മാനേജറിൽ പോയി കഴിഞ്ഞാലൊക്കെ കാണാം. ഇപ്പോൾ ഇവിടെ ലോക്കൽ സെർവറിൽ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മളെ ഒരു ഗ്രൂപ്പ് ഇപ്പം എന്തായി മാറി, ഡൊമൈൻ്റെ അടിയിലാണ് ഈ മിഷൻ. ഇതാണ് നമ്മുടെ ഡൊമൈൻ നെയിം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്ത് കാണാം, ഇവിടെ നമ്മളെ ഈ ഒരു എന്തെങ്കിലും സെർവറിൽ റോളും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ ടൂൾസിലാണ് പോവുക. ഓക്കെ, ടൂൾസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ സംഭവങ്ങളൊക്കെ ഫസ്റ്റ് 5ഉം ആക്റ്റീവായിട്ട് നമ്മൾ റോൾ ഇൻസ്റ്റാൾ ചെയ്ത് കോൺഫിഗർ ചെയ്തതിന്റെ ഭാഗമായിട്ട് എന്തൊന്നാണ് ഇൻസ്റ്റാൾ ചെയ്ത് വന്നാണ്. ഓക്കെ, 6 ഉണ്ട് ഈ ഫസ്റ്റ് ADS എഡിറ്റ് വരെ. ഓക്കെ, പിന്നെ ഇവിടേക്ക് ഒന്ന് താഴത്തേക്ക് വന്ന ഗ്രൂപ്പ് പോളിസി മാനേജ്മെന്റ് കാണാം. ഇതൊക്കെ അതിന്റെ കൂടെ വന്ന എന്താണ് ടൂൾസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് ഈ ആക്റ്റീവ് ഡയറക്ടറി റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ചെയ്യാൻ ആക്റ്റീവ് ഡയറക്ടറി യൂസേഴ്സ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ആണ് എടുക്കുക. ഓക്കെ, ADUC ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസർ ക്രിയേഷൻ, ഗ്രൂപ്പ് ക്രിയേഷൻ, അതേപോലെ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാൻ, കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യുക, ഓർഗനൈസേഷൻ യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ആണ് അതിൻ്റെ കൺസോൾ ആക്റ്റീവ് ഡയറക്ടറി യൂസേഴ്സ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബൈ ഡിഫോൾട്ട് ഇത്രയും കണ്ടെയ്നേഴ്സ്, അല്ലെങ്കിൽ ഇതിന് ഓർഗനൈസേഷൻ യൂണിറ്റ്സ് എന്നാണ് പറയാം കേട്ടോ. കണ്ടെയ്നേഴ്സ് എന്ന് പറയും ചിലവർ. ഈ കാണുന്ന ഫോൾഡേഴ്സിനൊക്കെ ഓർഗനൈസേഷൻ യൂണിറ്റ്സ് ആണ് പറയാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ ഒരു വ്യൂ കാണുന്ന, പക്ഷെ കുറച്ചും കൂടി വലുതാക്കണമെങ്കിൽ വ്യൂയിലൂടെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അവിടെ അഡ്വാൻസ് ഫീച്ചേഴ്സ് സെലക്ട് ചെയ്താൽ എന്തെങ്കിലും ഹിഡൻ ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടെയ്നേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ചില സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ഒക്കെ ചിലപ്പോൾ ബൈ ഡിഫോൾട്ട് എന്തുണ്ടാവില്ല, കാണിക്കില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇവിടുന്ന് കാണാം. നിങ്ങൾ നോക്കിയാൽ ഇതാണ് മെയിൻ, അതിൻ്റെ ഒരു ഹൈ ലെവലിൽ നിൽക്കുന്നത് ഇയാളാണ്. ഇതാണ് ഡൊമെയിൻ. ആ ഡൊമെയിൻ്റെ അടിയിലാണ് ഈ കണ്ടെയ്നേഴ്സ് ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ യൂസേഴ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് ബൈ ഡിഫോൾട്ട് നമ്മളൊരു ആക്റ്റീവ് ഡയറക്ടറി ക്രിയേറ്റ് ചെയ്ത് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ബൈ ഡിഫോൾട്ട് യൂസേഴ്സ് ആൻഡ് ഗ്രൂപ്പ്സിനെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാണുന്ന ഡീഫാൾട്ട് ഗ്രൂപ്പ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീഫാൾട്ട് വരുന്നതാണ്, ബൈ ഡിഫോൾട്ട് വരുന്നതാണ്. ഓക്കെ, ഓരോന്നിനും ഓരോരോ പവർ ഉണ്ട്. ഓക്കെ, ഓരോരോ പ്രിവിലേജ് ഉണ്ട് ബേസിക്കലി. ഓക്കെ, അതായത് നമ്മുടെ ആക്റ്റീവ് ഡയറക്ടറിയിൽ എല്ലാവർക്കും ഒരേ പ്രിവിലേജ് ആയിരിക്കില്ല. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഇവിടെ ഒരു യൂസർ വന്ന് ക്രിയേറ്റ് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ന്യൂ യൂസർ എന്ന് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ടെസ്റ്റ് യൂസർ എന്ന് പറഞ്ഞ പേര് കൊടുത്ത് ക്രിയേറ്റ് ചെയ്യാണ്. അയാളുടെ ലോഗിൻ ഇതാണ്. നമ്മൾ സാധാരണ ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാട്ടോ, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. സർവീസ് ഡെസ്കുകളൊക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ എന്തെങ്കിലും ഒരു യൂസർ ക്രിയേഷൻ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ ഡൊമൈൻ കണ്ടില്ലേ, നമുക്കിപ്പോൾ കറന്റ് ഒറ്റ ഡൊമൈനേ ഉള്ളൂ, അത് സെലക്ട് ചെയ്യുക. ബൈ ഡിഫോൾട്ട് തന്നെ ആയിരിക്കും, നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഡൊമൈനാണ് techmaster.india.xyz. നെക്സ്റ്റ് അതിൻ്റെ പാസ്വേഡ് കൊടുക്കുക. ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന തന്നെ വേണമെങ്കിൽ യൂസർ മസ്റ്റ് ചേഞ്ച് പാസ്വേഡ്, നെക്സ്റ്റ് ലോഗിൻ കൊടുക്കുക, അല്ലെങ്കിൽ നെവർ എക്സ്പയർ വാട്ട് അവർ റിക്വയർമെന്റ് അനുസരിച്ച് സെലക്ട് ചെയ്യുക ഈ ഓപ്ഷൻസ് ഒക്കെ. നെക്സ്റ്റ് ഫിനിഷ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയാൽ ഇവിടെ ഒരു യൂസർ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഈ യൂസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തൊരു യൂസറാണ്. ഓക്കെ, ഇയാൾക്ക് ഒന്നുമില്ല, ബേസിക്കലി ഇയാൾക്ക് എന്താ ഉള്ളത്, പ്രിവിലേജ് ഒന്നുമില്ല. ഓക്കെ, ഇയാൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും മിഷനിൽ ലോഗിൻ ചെയ്യാം, പക്ഷേ ആ ലോഗിൻ ചെയ്ത മിഷനകത്ത് പോയിട്ട് എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്മിൻ റൈറ്റ്സിലൂടെ പോയിട്ട് എന്തെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യുക, അങ്ങനെയുള്ള പവർ ഒന്നും ഇയാൾക്ക് ഉണ്ടാവില്ല. കാരണം ഇതിന്റെ പ്രോപ്പർട്ടീസ് പോയി കഴിഞ്ഞാൽ മെമ്പർ ഓഫ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നിങ്ങൾക്ക് കാണാം, ബൈ ഡിഫോൾട്ട് എന്തൊരു യൂസറും ആദ്യം ക്രിയേറ്റ് ചെയ്താൽ ഈ ഒരു ഗ്രൂപ്പിന്റെ മാത്രം ഭാഗമാണ്. ഇതൊരു ഡിഫോൾട്ട് ഗ്രൂപ്പാണ്, ഡൊമൈൻ യൂസേഴ്സ്. ഓക്കെ, ഡൊമൈൻ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഡൊമൈനകത്ത് അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവേറ്ററിനകത്ത് ക്രിയേറ്റ് ചെയ്ത ഏതൊരു യൂസറും ഈ ഗ്രൂപ്പിന്റെ ഭാഗമായിരിക്കും. ഇതൊരു ഗ്രൂപ്പാണ്, ഇത് കാണുന്നത് നിങ്ങൾ ഗ്രൂപ്പാണ്. മെമ്പർ ഓഫ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ ഗ്രൂപ്പിന്റെ പാർട്ടാണെന്നാണ് മെമ്പർ ഓഫ്. ഓക്കെ, ഇവിടെ കണ്ടില്ലേ, ഇതാണ് ഡൊമൈൻ യൂസേഴ്സ്. ഈ ഗ്രൂപ്പിന്റെ ഭാഗമാണ് നമ്മുടെ ടെസ്റ്റ് യൂസർ. ബൈ ഡിഫോൾട്ട് അങ്ങനെയാണ് അതിന്റെ ഒരു രീതി, ആ പോളിസിയിലൂടെ വരുന്നതാണ്. അതൊക്കെ ബൈ ഡിഫോൾട്ട് പോളിസിയിലൂടെ വരുന്നതാണ്. ഓക്കെ, അപ്പം അത് കൂടാതെ ഇയാൾക്ക് കുറച്ചും കൂടി പ്രിവിലേജ് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രിവിലേജ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഗ്രൂപ്പ്സ് ഉണ്ട് വേറെ. അതായത് ഒന്ന് ഏതാണ് അതിനകത്ത് ഇമ്പോർട്ടന്റ്, ഡൊമൈൻ അഡ്മിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ഡൊമൈൻ അഡ്മിൻ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ്. ഓക്കെ, അതായത് ഇയാളുടെ പ്രിവിലേജ് എന്താ, ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ബൈ ഡിഫോൾട്ട് ഡെസിഗ്നേറ്റഡ് അഡ്മിനിസ്ട്രേറ്റർ ഓഫ് ദ ഡൊമൈൻ. അതായത് ഇതിനകത്ത് ഭാഗമായിട്ടുള്ള ഏതൊരാൾക്കും നമ്മുടെ ആക്റ്റീവ് ഡൊമൈൻ്റെ അകത്ത് എന്ത് വലിയ പ്രിവിലേജ് ഉള്ള ആക്ഷൻ, അഡ്മിനിസ്ട്രേറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ഷൻ എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം, പുള്ളിക്ക് ചെയ്യാം. എന്തെങ്കിലും പോയി ഇൻസ്റ്റാൾ ചെയ്യാം, എന്തെങ്കിലും പോയി ഡിലീറ്റ് ചെയ്യാം, എന്തെങ്കിലും പോയിട്ട് ഈവൻ അവർക്ക് ഡൊമൈൻ കൺട്രോളർ വേണമെങ്കിൽ ഷട്ട് ഡൗൺ ചെയ്യണമെങ്കിൽ ഒക്കെ ചെയ്യാം. ഓക്കെ, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അതായത് ഡൊമൈൻ അഡ്മിൻ്റെ പ്രിവിലേജ് ആണ്. ഓക്കെ, അതായത് ഈ ഒരു ഡയഗ്രത്തിൽ നോക്കുകയാണെങ്കിൽ ഡൊമൈൻ അഡ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിനാരിയോയിൽ
ഇപ്പം ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡൊമൈൻ അഡ്മിൻ എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഇപ്പോൾ abc.com-നകത്താണ് ആ യൂസർ ഉള്ളതെങ്കിൽ abc.com-നകത്തുള്ള എല്ലാ പ്രിവിലേജും പുള്ളിക്ക് ഹൈലി പ്രിവിലേജഡ് ആയിരിക്കും, ഫുൾ ആക്സസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, പക്ഷെ ഡൊമൈൻ അഡ്മിൻ്റെ മേലെ ഒരാളുണ്ട്, അതാരായിരിക്കും? അതാണ് എന്റർപ്രൈസ് അഡ്മിൻ. ഓക്കെ, എന്റർപ്രൈസ് അഡ്മിനുള്ള ഡെസിഗ്നേഷൻ ഓഫ് എന്റർപ്രൈസ്. എന്റർപ്രൈസ് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു, ഫോറസ്റ്റ്, എൻ്റയർ ഫോറസ്റ്റിൽ തന്നെ പുള്ളിക്ക് എന്താണ്? ഹൈ പ്രിവിലേജ് ആണ്. അപ്പം എന്റർപ്രൈസ് ലെവലിൽ എന്തെങ്കിലും അഡ്മിനിൽ എന്തെങ്കിലും പുള്ളിക്ക് പ്രിവിലേജ് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി ബേസിക്കലി ഈ ഒരു ഹയറാർക്കിയിൽ എൻ്റയർ ഈ ഒരു ആർക്കിടെക്ട് നമ്മൾ ഡയഗ്രാം കാണില്ല, എൻ്റയർ ഈ ഫോറസ്റ്റ് ഫുള്ളായിട്ട് പുള്ളിക്ക് എന്തായിരിക്കും? ഹൈ പ്രിവിലേജ് ഉണ്ടാവും, ഫുൾ പ്രിവിലേജ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാണ്, ഇങ്ങനെ കുറേ ടൈപ്പ് ഓഫ് ബൈ ഡീഫോൾട്ട് വരുന്ന എന്തുണ്ട്? ഗ്രൂപ്പ്സ് ഉണ്ട്. ഓക്കെ, DNS അഡ്മിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഊഹിക്കാം എന്തായിരിക്കും? അയാൾക്ക് എൻ്റയർലി DNS റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും മാനേജ് ചെയ്യാനുള്ള പ്രിവിലേജ് ഉണ്ടാവും. ഓക്കെ, പിന്നെ എന്താ പറയാ, ബാക്കപ്പ് അഡ്മിൻ, അങ്ങനെയൊക്കെ കുറെ ഓരോരോ റോൾ ബൈ ഡീഫോൾട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കുറച്ച് പ്രിവിലേജസ് അവർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ DNS ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ ഒരു ആക്ടിവേറ്റ് ഇൻസ്റ്റാളേഷന്റെ ഭാഗമായിട്ട് DNSും കൂടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടൂൾസിൽ പോയി കഴിഞ്ഞാൽ കാണാം, നമുക്ക് DNS കാണാം. ഇതും ഇതിന്റെ കൂടെ വന്നാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ DNSന്റെ കൺസോൾ ഓപ്പൺ ആവും. ഇതാണ് DNSന്റെ കൺസോൾ. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എന്ത്? DNSന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ പരിപാടി, ഫോർവേഡ് ലുക്കപ്പ് സോൺ, റിവേഴ്സ് ലുക്കപ്പ്. ഫോർവേഡ് ലുക്കപ്പ് സോൺ എന്ന് പറഞ്ഞാൽ നെയിം ടു IP-ക്ക് പറഞ്ഞാണ് എന്ത്? ഫോർവേഡ് ലുക്കപ്പ് സോൺ. അതായത് ഇവിടെ ഞാനത് എക്സ്പാൻഡ് ചെയ്താൽ, ഇതാണ് നമ്മുടെ ഡൊമൈൻ, ഇത് എക്സ്പാൻഡ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം എന്ത്? സെർവർ -AD. ഇതാണ് നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സെർവറിന്റെ റെക്കോർഡ്. എന്ത് റെക്കോർഡാണ്? റെക്കോർഡ്. DNS അറിയുന്നവർക്ക് അറിയാം. റെക്കോർഡിന്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിം ടു IP മാപ്പ് ചെയ്യുന്ന ഒരാളാണ്. നമ്മുടെ നിങ്ങളിപ്പോൾ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്ക് ഹാൻഡിൽ ശരിക്കും DNSന്റെ ഒരു ജോബ് അല്ലെങ്കിൽ DNSന്റെ റോൾ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഓക്കെ, നമ്മൾ അതിനെപ്പറ്റി അറിയുന്നില്ല. എന്തറിയുന്നില്ല? അതായത് നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാണ്. ഓക്കെ, എക്സാമ്പിൾ പറയാണ്, നിങ്ങളിപ്പോൾ ഇവിടെ റണ്ണിൽ പോയിട്ട് server -AD എന്ന് ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ server -AD ഡോട്ട് ടെക് മാസ്റ്റർ ഇന്ത്യ ഡോട്ട് ടെക് മാസ്റ്റർ ഇന്ത്യൻ .xyz ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അത് റിസോൾവ് ആയി വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇങ്ങനെ വരുന്നുണ്ടോ? ഈ സെർവറിന്റെ ഉള്ളത്തെ ഡാറ്റയാണ് ഇപ്പം കാണിക്കുന്നത്. ഈ പേര് കൊടുത്തപ്പോൾ തന്നെ ഇങ്ങനെ വരുന്നുണ്ട്. അതായത് ഈ ഒരു server -AD ഡോട്ട് ടെക് മാസ്റ്റർ ഇന്ത്യൻ .xyz എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ഈ കാണുന്ന സെലക്റ്റഡ് ആയിട്ടുള്ള ആൾ ഇവിടെ ഉള്ളതിനെ കൊണ്ടാണ് എന്ത് സംഭവിച്ചത്? നിങ്ങൾക്ക് അങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റിയത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ IP തന്നെ കൊടുക്കണമായിരുന്നു. ഓക്കെ, അതായത് റിസോൾവ് ആവുകയാണ് ഈ ഒരു വാല്യൂ. ഇപ്പൊ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു വാല്യൂ നിങ്ങളുടെ നെറ്റ്വർക്കിൽ എവിടെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാലും അത് എങ്ങോട്ടേക്കാണ് നേരെ മാപ്പ് ചെയ്യുള്ളൂ? ഈ IP-യിലേക്കാണ് മാപ്പ് ചെയ്യുക. അതാണ് DNSന്റെ വർക്ക്. ഓക്കെ, അതായത് നെയിം ടു IP റെസൊല്യൂഷൻ ചെയ്യാണ് ആര്? DNSന്റെ ഉള്ളിലുള്ള ഈ റെക്കോർഡ് പ്രത്യേകിച്ചും. ഓക്കെ ഓക്കെ, അപ്പൊ അതാണ് DNS കൺസോളും കാര്യങ്ങളും. ഇനി അത് കൂടാണ്ട് നമ്മൾ നേരത്തെ ഓൾറെഡി ഇപ്പം ആക്ടിവേറ്റർ യൂസേഴ്സ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൊമൈൻ കൺട്രോളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയേ, ഓട്ടോമാറ്റിക്കലി എന്ത് വന്നിട്ടുണ്ട് ഇവിടെ? ഈ ഒരു ഒബ്ജക്റ്റ്, കമ്പ്യൂട്ടർ ഒബ്ജക്റ്റ്. ഈ കമ്പ്യൂട്ടർ ഏതാണ്? നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആ സെയിം ഒബ്ജക്റ്റ് തന്നെയാണ്. അതിന് ഡൊമൈൻ കൺട്രോളർ എന്ന് പറഞ്ഞ ഡീഫോൾട്ട് കാറ്റഗറി ലെഫ്റ്റ് സൈഡ് ഉണ്ട് ഇതിനകത്ത്. അപ്പം ഈ ഒരു സെർവർ ഡൊമൈൻ കൺട്രോളർ ആയതുകൊണ്ട് ആ ഒരു കാറ്റഗറിയിൽ പോയിരുന്നു ഓട്ടോമാറ്റിക്കലി. അത് മനസ്സിലായിട്ടുണ്ട്, അതിന് തന്നെ മനസ്സിലാവും, ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും. അതുകൊണ്ട് അത് ആ ഒരു കാറ്റഗറിയിൽ പോയിരുന്നു. ഓക്കെ, ഇനി ഞാൻ നേരത്തെ നിങ്ങളുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, അതായത് ഞാൻ ഇപ്പോൾ ഒരു Windows 10 ക്ലയന്റ് മെഷീനോ കാര്യങ്ങളോ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനകത്തേക്ക് അതിനെ ഈ ഡൊമൈനിലേക്ക് ജോയിൻ ചെയ്താൽ അത് എവിടെയായിരിക്കും വരിക? മെഷീൻ അത് കമ്പ്യൂട്ടർ ഒബ്ജക്റ്റ് ഈ ഒരു കണ്ടെയ്നറിൽ വരും. മനസ്സിലായില്ലേ? അങ്ങനെ നമുക്ക് എൻറ്റയർലി ഇവിടെ നിന്നാണ് ബേസിക്കലി നമുക്ക് എല്ലാ സാധനങ്ങളും കാണാൻ പറ്റും. എന്തൊക്കെ കമ്പ്യൂട്ടർ നമ്മുടെ ഇതിനകത്ത് നമ്മുടെ ഡൊമൈനിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, അതേപോലെ ഏതൊക്കെ യൂസേഴ്സ് ക്രിയേറ്റ് ആയിട്ടുണ്ട് എന്നൊക്കെ കാണാം. ഇതൊക്കെ ഡീഫാൾട്ട് ഓർഗനൈസേഷണൽ യൂണിറ്റ് ആണ്. ഈ കണ്ടെയ്നർ എന്നൊക്കെ പറഞ്ഞ ഓർഗനൈസേഷൻ യൂണിറ്റ് ആണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എന്ത് ക്രിയേറ്റ് ചെയ്യാം? ഓർഗനൈസേഷൻ യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ന്യൂ ഓർഗനൈസേഷൻ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ കൊടുത്തു ഫോർ എക്സാമ്പിൾ ഇന്ത്യ ഓഫീസ്. വെറുതെ ഒരു മീനിങ്, ഒരു സെഗ്രിഗേഷന് വേണ്ടിയിട്ട്, ഇതൊക്കെ സെഗ്രിഗേഷന് വേണ്ടി ചെയ്യുന്നതാണ് ഈ ഓർഗനൈസേഷൻ യൂണിറ്റും പരിപാടിയൊക്കെ. ഓക്കെ, അപ്പോൾ ഇന്ത്യ ഓഫീസിനകത്ത് ഞാൻ വീണ്ടും എന്ത് ചെയ്തു? സബ് OU. ഓക്കെ, വീണ്ടും അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് OU ക്രിയേറ്റ് ചെയ്യാം. എന്ത്? യൂസേഴ്സ്. ഓക്കെ, അതിനകത്തുള്ള യൂസേഴ്സ്. ഓക്കെ, അതേപോലെ ഇതിനകത്ത് വീണ്ടും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അതിനകത്തുള്ള കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് എല്ലാം കൂടെ മിക്സപ്പ് ചെയ്തിട്ട് ഇതിനകത്തും അതേപോലെ ഇതിനകത്തും വെക്കുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്തു? കമ്പനിയുടെ വലുപ്പം അതേപോലെ കുറച്ചൊന്ന് ഈസാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു റീജിയണൽ വൈസ് ഞാനൊരു OU ക്രിയേറ്റ് ചെയ്തു, അതിനകത്ത് സബ് OU ക്രിയേറ്റ് ചെയ്തു. ഇവിടെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വേണ്ട യൂസേഴ്സിനെ ഇവിടെ വന്നിട്ട് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള യൂസേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങോട്ടേക്ക് മൂവും ചെയ്യാം. ഓക്കെ,
സോറി, പാസ്വേഡ് നെവർ എക്സ്പയർസ് നെക്സ്റ്റ് ഫിനിഷ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു യൂസർ ഞാൻ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നേരത്തെ നമ്മളിവിടെ ക്രിയേറ്റ് യൂസർ ഇവിടെ ഉണ്ട്, ടെസ്റ്റ് യൂസർ. ഇയാൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പിടിച്ചിട്ട് നേരിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യാം, അതൊക്കെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൂവ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇയാൾ ഇവിടെ എത്തി.